ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അയൽവാസികളും നഗരസഭാ കൗൺസിലറും മർദ്ദിച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മർദ്ദനത്തിന്റെ മൊബൈൽ ദൃശ്യം ഉൾപ്പെടെ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും ഒറ്റപ്പാലം പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഒറ്റപ്പാലം കയറമ്പാറ ശ്രീനഗർ കോളനിയിലെ റെജിമോൾ, ഭർത്താവ് മോഹൻകുമാർ എന്നിവർ ആരോപിച്ചു. കോവിഡ് കാലത്ത് തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ്. കോവിഡ് കാലത്ത് തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ വിരോധമുണ്ടായിരുന്ന പരിസരവാസികൾ നായ്ക്കളെ വിഷം നൽകി കൊന്നു. ഇക്കാര്യം പോലീസിൽ പരാതി നൽകി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൗൺസിലർ ഗോപാലകൃഷ്ണനും പരിസരവാസികളും ചേർന്ന് ഒറ്റപ്പാലത്തേക്ക് ഓട്ടോയിൽ പോകവെ മർദ്ദിച്ചതെന്നും ഇവർ ആരോപിച്ചു. വിവേക് എന്ന് പറയുന്ന ആളെയും വാർഡ് മെമ്പർ പോലീസുകാരുടെ മുന്നിൽ വെച്ച് അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അവിടെ നിന്നെല്ലാം അവർ കോംപ്രമൈസ് ആയിട്ട് പോലീസുകാർ തിരിച്ചു പോയി. അവിടെ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ വിവേക് എന്ന് പറയുന്ന ആളും കൂടെ ഒറ്റപ്പാലത്തോട്ട് പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ടേണിംഗ് ഉണ്ട്. ആ വഴിയിൽ വെച്ച് ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള 15ഓളം ആൾക്കാരും കൂടെ എന്നെ തടഞ്ഞു നിർത്തുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ആദ്യം മേടിച്ചെടുത്തിട്ട് ഹസ്ബൻഡിനെ വെളിയിലിറക്കുകയും വേലു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ വലത്ത് കയ്യിൽ പിടിച്ച് തിരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ഈ വിവേക് എന്ന് പറയുന്ന ആളെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിച്ച സമയത്ത് ഈ ഗോപാലകൃഷ്ണൻ മൊബൈൽ തട്ടിപ്പറിക്കുകയും എൻ്റെ വലത്ത് കൈയിൽ അടിക്കുകയും എൻ്റെ മുഖത്തിട്ട് കൊത്തുകയും ചെയ്തു. ഇതിനെതിരെ പരാതി നൽകി ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും റെജിമോളും മോഹൻകുമാറും പറഞ്ഞു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.